പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ധൃതി പിടിച്ച് തുർക്കിയിലേക്ക് പോയത്. തുർക്കി പ്രസിഡന്റ് എർദോഗനെ കണ്ട് വിശദമായ ചർച്ച നടത്തി. എന്റെ പ്രിയ സുഹൃത്ത് എർദോഗന് നന്ദി പറയാൻ പോയതാണ് എന്നാണ് ട്വീറ്റ് ചെയ്തത്. പ്രിയപ്പെട്ട ഷഹബാസ് എന്ന് പറഞ്ഞാണ് എർദോഗൻ തിരിച്ചും പോസ്റ്റ് ഇട്ടത്. ഒരിക്കലും ആർക്കും പിരിക്കാനാവാത്ത ബന്ധമാണ് പാകിസ്ഥാനും തുർക്കിയും തമ്മിലുള്ളത് എന്നവർ പറഞ്ഞു. തുർക്കി നിർമ്മിത ഡ്രോണുകളുടെ അവശിഷ്ടങ്ങൾ ഇന്ത്യൻ സേന കണ്ടെത്തി ഫോറൻസിക് പരിശോധനയിൽ തിരിച്ചറിഞ്ഞതോടെ തുർക്കിക്കെതിരെ ഇന്ത്യ രംഗത്ത് വന്നിരുന്നു. പിടിച്ചു നിൽക്കാൻ മറ്റൊരു നിവൃത്തിയുമില്ലാതെ ചൈന സ്വന്തം കാര്യം മാത്രം നോക്കി വ്യക്തമായ അകലം പാലിച്ച് മുമ്പോട്ട് പോകുന്നതോടെ തുർക്കിയെ ചേർത്ത് പിടിച്ച് രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ് പാകിസ്ഥാൻ. തുർക്കിയും അസർബൈജാനും മാത്രമാണ് പാകിസ്ഥാനെ പരസ്യമായി പിന്തുണയ്ക്കുന്നത്. തുർക്കിക്ക് നന്ദി പറഞ്ഞ് എർദോഗനെ ചേർത്ത് പിടിച്ച് പാകിസ്ഥാൻ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഒരിക്കൽ കൈപൊള്ളിയ എർദോഗൻ വാചകത്തിനപ്പുറത്തേക്ക് ഇന്ത്യക്കെതിരെ ഇനി രംഗത്തിറങ്ങില്ല എന്ന് തീർച്ചയാണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ ഡ്രോണുകളാണ് പാകിസ്ഥാൻ പ്രയോഗിച്ചത് എന്ന് സമ്മതിക്കാൻ എർദോഗൻ മടിക്കുന്നത്. എന്തായാലും പാകിസ്ഥാൻ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലാണ്. പാക് പട്ടാളത്തിൽ കലാപവും വിമത ശബ്ദവും ഉയർന്നു കഴിഞ്ഞു. ആധുനികവൽക്കരിക്കാത്ത പാക് സേനയ്ക്ക് ഇന്ത്യയോടല്ല ഒരു രാജ്യത്തോടും പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് പാക് സൈന്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇതോടെ പാകിസ്ഥാനിൽ ആഭ്യന്തര കലാപം രൂക്ഷമാകുന്നു എന്നാണ് റിപ്പോർട്ട്. സൈന്യത്തിലെ ഭിന്നതകൾ സമൂഹത്തിലേക്ക് പടർന്നു പിടിക്കുകയും പാകിസ്ഥാൻ കൂടുതൽ ദുർബലമാവുകയും ചെയ്യും എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്.